ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇതാ വീണ്ടും വിപ്ലവകരമായ തീരുമാനം. ഇപ്രാവശ്യം അമിത്ഷായുടെ കരണത്തടിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരാണ്, ഗെഹ്ലോട്ട് സർക്കാരാണ്. അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 24-ാം തീയതി നിയമസഭക്കകത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം തങ്ങൾ കൊണ്ടുവരുമെന്ന് ഗെഹ്ലോട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് രാജസ്ഥാനിൽ തുറന്നു കാണിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പഞ്ചാബിന് പുറമെ രാജസ്ഥാനിലെ ഗെഹ്ലോട്ട് സർക്കാർ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരും എന്നുള്ള സോണിയാഗാന്ധിയുടെ വാക്ക് പരിപൂർണമായും യാഥാർത്ഥ്യമാകുന്നു. സോണിയാഗാന്ധിക്ക് സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ്. സോണിയ പറഞ്ഞത് ഇങ്ങനെയാണ്: തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരും. അതായത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്. ഇതിന് പുറമെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിലും തങ്ങൾ കൊണ്ടുവരുമെന്ന് സോണിയാഗാന്ധി മഹാപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇത് ഏറ്റുപിടിക്കുന്ന ഒരു രീതിയാണ് പഞ്ചാബിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അതിന് പിന്നാലെ ഗെഹ്ലോട്ടും ഈ നീക്കം നടത്തുന്നു. ഗെഹ്ലോട്ട് കഴിഞ്ഞാൽ മധ്യപ്രദേശ്, അത് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ നേരത്തെ തന്നെ NRC നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടി പോകുന്നതേയുള്ളൂ. എങ്കിൽ പോലും കോൺഗ്രസ് ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബിലും രാജസ്ഥാനിലും നിർണായക തീരുമാനത്തിലേക്ക് കടന്നു പോകുന്നത് വലിയ കൈയടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് സർക്കാർ ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം തന്നെയാണ്. രാജസ്ഥാനിലെ പൊതുജനങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം രാജസ്ഥാനിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന്. അതിനെ ഏറ്റുപിടിച്ചാണ് തങ്ങൾ മുന്നോട്ട് വന്നതെന്ന് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തുറന്നു പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള അഹമ്മദ് പട്ടേൽ അദ്ദേഹം പറയുന്നുള്ളത് കൃത്യമായ രീതിയിൽ രാജസ്ഥാനിന് പുറമെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഈ നീക്കവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വമ്പൻ തിരിച്ചടിയാണ്. അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമി അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ അവരുടെ ഒരു നിയമത്തെ അനുകൂലിക്കാതെ അതിനെതിരെ പ്രമേയം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. രാജസ്ഥാൻ സർക്കാരിന്റെ ഈ നിർണായക നീക്കം ഇനി പിന്തുടരാൻ പോകുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. എന്തായാലും സോണിയാഗാന്ധി വാക്ക് പാലിച്ചിരിക്കുന്നു. ആ വാക്ക് പാലിച്ചതിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.